What is L1 interference? Before going to L1 interference, we should know what is L1. L1 is the first language of a speaker. നമ്മൾ acquire ചെയ്യുന്ന ആദ്യത്തെ ലാംഗ്വേജ് നമ്മുടെ മദർ ടങ് ആയിരിക്കാം. L1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാതൃഭാഷ, അല്ലെങ്കിൽ നമ്മൾ ഏത് ലാംഗ്വേജ് ആണോ ആദ്യം അക്വയർ ചെയ്യുന്നത്, ദാറ്റ് ഇസ് ഫസ്റ്റ് ലാംഗ്വേജ്. അതാണ് L1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാംഗ്വേജ് 1. വാട്ട് ഈസ് L1? L1 is used to refer to the student's first language. A first language, native tongue, native language or mother, father, parent tongue. ഏതെങ്കിലും ലാംഗ്വേജ് ആയിക്കൊള്ളട്ടെ. ഇപ്പം നമ്മൾ മലയാളികളായതുകൊണ്ട് മലയാളം ലാംഗ്വേജ് എന്ന് നമുക്ക് പറയാം. പക്ഷേ ഒരു മലയാളി ചിലപ്പോൾ ബോംബെയിലോ അല്ലെങ്കിൽ അമേരിക്കയിലോ ഒക്കെ ജനിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ആദ്യം അക്വയർ ചെയ്യുന്ന ലാംഗ്വേജ് അവിടുത്തെ ലാംഗ്വേജ് ആയിരിക്കും. അപ്പോൾ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ലാംഗ്വേജ്. നമുക്കിവിടെ മലയാളം സംസാരിക്കുന്നത് കൊണ്ട് നമ്മുടെ ഫസ്റ്റ് ലാംഗ്വേജ് മലയാളമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദാറ്റ് ഈസ് അവർ L1, ലാംഗ്വേജ് 1. L1 is the speaker's first language. What is L1 interference? ഇനിയാണ് നമ്മൾ എന്താണ് L1 interference എന്നുള്ളതിൻ്റെ ഇത് നോക്കുന്നത്. എന്താണ് L1 interference എന്ന് പറഞ്ഞു? When one learns a second language after acquiring a first language, features of the first language interfere with those of the second language. This is called L1 interference. അപ്പോൾ നമ്മൾ ആദ്യത്തെ ലാംഗ്വേജ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പിന്നീട് നമ്മൾ 2 3 ലാംഗ്വേജസ് ഒക്കെ പഠിക്കും. അപ്പോൾ നമ്മൾ സെക്കൻഡായിട്ട് പഠിക്കുന്ന ലാംഗ്വേജ് ഏതെങ്കിലും ആയിക്കോട്ടെ. ഇപ്പോൾ ഇംഗ്ലീഷാണ് നമ്മൾ പഠിക്കുന്നത് വെച്ചാൽ ഇംഗ്ലീഷ്, അല്ലെങ്കിൽ ഹിന്ദി ആണെങ്കിൽ ഹിന്ദി, ഏത് ലാംഗ്വേജ് ആയിക്കോട്ടെ, ചിലപ്പോൾ അറബിക് ആയിരിക്കാം, അങ്ങനെ എന്ത് ലാംഗ്വേജ് ആയിക്കോട്ടെ, നമ്മൾ രണ്ടാമത് പഠിക്കുന്ന ലാംഗ്വേജിനെയാണ് സെക്കൻഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കുന്നത് തന്നെ നമ്മൾ ഫസ്റ്റ് ലാംഗ്വേജ് നമ്മൾ ആദ്യം പഠിച്ചതിന് ശേഷമാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? സാധാരണ നോർമൽ സ്പീക്കേഴ്സിന് സംഭവിക്കുന്ന കാര്യം തന്നെ, നമ്മുടെ ഫസ്റ്റ് ലാംഗ്വേജായ മലയാളം, എക്സാമ്പിൾ നമുക്ക് മലയാളം എടുക്കും. ഇപ്പോൾ ഫസ്റ്റ് ലാംഗ്വേജായ മലയാളത്തിൻ്റെ എല്ലാ ഫീച്ചേഴ്സും നമ്മൾ സെക്കൻഡ് ലാംഗ്വേജ് നമ്മൾ പഠിക്കുമ്പോൾ അതിലേക്ക് അപ്ലൈ ചെയ്യും. എന്നുവെച്ചാൽ നമ്മൾ മലയാളം സംസാരിക്കുന്നത് പോലെ ആയിരിക്കും ഇംഗ്ലീഷും സംസാരിക്കുക. അപ്പോൾ നമ്മുടെ മലയാളത്തിൻ്റെ ഫീച്ചേഴ്സ് ആ സെക്കൻഡ് ലാംഗ്വേജിൽ ഇൻ്റർഫിയർ ചെയ്യുന്ന ആ പ്രോസസ്സിനെ പറയുന്നത് പേരാണ് L1 ഇൻ്റർഫറൻസ്. നമ്മുടെ സെക്കൻഡ് ലാംഗ്വേജിലേക്ക് നമ്മുടെ മലയാളീകരിച്ച ഭാഷ, മലയാളം ഭാഷയിലെ എല്ലാ ഫീച്ചേഴ്സും അപ്ലൈ ചെയ്യുന്നതിനെയാണ് L1 ഇൻ്റർഫറൻസ്. അല്ലെങ്കിൽ ഇതിന് വേറൊരു പേരും കൂടിയുണ്ട്, നെഗറ്റീവ് ട്രാൻസ്ഫർ. അപ്പോൾ വൈ വി ആർ കോളിംഗ് ദിസ് എ നെഗറ്റീവ് ട്രാൻസ്ഫർ? നമ്മൾ എന്തുകൊണ്ടാണ് ഇതിനെ നെഗറ്റീവ് ട്രാൻസ്ഫർ എന്ന് വിളിക്കുന്നത്? ബിക്കോസ് നമ്മുടെ നെഗറ്റീവ് ഫീച്ചേഴ്സാണ് ഇതിനെ അപ്ലൈ ചെയ്യുന്നത്. ശരിക്കും ഒരു ലാംഗ്വേജ് പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ലാംഗ്വേജ് നമ്മൾ അക്വയർ ചെയ്യുമ്പോൾ നമ്മൾ ആ ലാംഗ്വേജിൻ്റെ ഫീച്ചേഴ്സാണ് നമ്മൾ ശരിക്കും അക്വയർ ചെയ്യേണ്ടത്. ആ ലാംഗ്വേജിൻ്റെ റൂൾസും റെഗുലേഷൻസൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ പറയേണ്ടത്. ആ ലാംഗ്വേജിൻ്റെ സ്റ്റൈൽ അനുസരിച്ചാണ് പറയേണ്ടത്. പക്ഷേ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? വേറൊരു ലാംഗ്വേജിൻ്റെ സ്റ്റൈലും വേറൊരു ലാംഗ്വേജിൻ്റെ ഫീച്ചേഴ്സും കൊണ്ടുവന്ന് സെക്കൻഡ് ലാംഗ്വേജിലേക്ക് ഇടുകയാണ്. അപ്പോൾ അത് പറയുമ്പോൾ ശരിക്കും ഈ ലാംഗ്വേജ് അറിയുന്ന ആൾക്കാർക്ക് വളരെ അവ്വേർഡായിട്ട് തോന്നും, അവർക്ക് മനസ്സിലാവില്ല കറക്റ്റായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് അതിന് നെഗറ്റീവ് ട്രേറ്റ്സ് ആണല്ലോ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിന് നെഗറ്റീവ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ സ്പെല്ലിംഗ് പ്രൊനൗൺസിയേഷൻ ഓഫ് മലയാളി സ്പീക്കേഴ്സ്. നമ്മൾ മലയാളികൾ സ്പെല്ലിംഗ് പ്രൊനൗൺസിയേഷനിൽ റിലൈ ചെയ്യുന്നവരാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെഴുതിയാലും നമ്മളത് വായിക്കും, അല്ലേ? ഇപ്പം നമ്മൾ തറ എന്ന് എഴുതി, ഇപ്പോൾ തറ എന്ന് കഴിഞ്ഞാൽ നമ്മളെല്ലാ സ്പെല്ലിങ്ങും അതിൻ്റെ എല്ലാ ലെറ്റേഴ്സും വായിക്കുന്നതാണ്. അതേപോലെ തന്നെ ഇപ്പോൾ ഇംഗ്ലീഷിലും നമ്മൾ ഇപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഫീച്ചർ നമ്മൾ ഇംഗ്ലീഷിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇംഗ്ലീഷിലത്തെ എല്ലാ ലെറ്റേഴ്സ്, നമ്മൾ എഴുതുന്ന ലെറ്റേഴ്സൊക്കെ വായിക്കും. പക്ഷേ ഇംഗ്ലീഷിൽ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതുന്ന ലെറ്റേഴ്സ് നമ്മൾ മുഴുവൻ വായിക്കാറില്ല. ഇറ്റ്സ് പ്രൊനൗൺസിയേഷൻ ഇസ് ഡിഫറെൻറ്റ്. ഇപ്പോൾ നമ്മൾ കാർ എന്ന് നമ്മൾ പറയുന്നുണ്ട്, അല്ലേ? നമ്മൾ മലയാളികളാണ് കാർ എന്ന് പറയുന്നത്. ശരിക്കും ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ എന്താ? ഖ. ആറ് സൈലൻ്റ് ആണ്. അപ്പോൾ ഖ. അതുപോലെ ബർത്ത്ഡേ എന്ന് നമ്മൾ പറയാറുണ്ട്. ശരിക്കും ബർത്ത്ഡേ, അല്ലേ? ബർത്ത്ഡേ അങ്ങനെ. അപ്പോൾ ചില ലെറ്റേഴ്സ് അവിടെ സൈലൻ്റ് ആവുന്നുണ്ട് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ. പക്ഷെ നമ്മൾ മലയാളികൾ അത് സംസാരിക്കുമ്പോൾ നമ്മൾ ആ സ്പെല്ലിംഗ് പ്രൊനൗൺസിയേഷനിൽ റിലൈ ചെയ്യാണ്. കാരണം നമ്മൾ അതാണ് മലയാളത്തിൽ പഠിച്ചിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ നമുക്ക് പറയാൻ നോക്കുകയാണെങ്കിൽ, ഗിവ് ഈക്വൽ സ്ട്രെസ് ടു ഓൾ സൗണ്ട്സ് ഇൻ വേർഡ്സ് ആൻഡ് സെൻറ്റൻസസ്. അപ്പോൾ നമ്മൾ മുമ്പ് ഫെനറ്റിക്സ് മോഡ്യൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്
എന്താണ് നമ്മൾ പഠിച്ചത്? ശരിക്കും ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു സ്ട്രെസ് ടൈംഡ് ലാംഗ്വേജ് ആണ്. നമ്മൾക്ക് ഒരു എന്ത് മീനിങ് ആണ് മറ്റുള്ളവർക്ക് കൺവേ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് കറക്റ്റായ മീനിങ് മനസ്സിലാക്കാൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇട്ടിരിക്കുന്ന ഒരു മാജിക്കാണ് വേർഡ് സ്ട്രെസ് എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ നമ്മൾ ഒരു വേർഡിൽ തന്നെ ചില ഭാഗങ്ങൾ സ്ട്രെസ്സ് ചെയ്ത് പറയാം, എന്നുവെച്ചാൽ ഫോഴ്സ് കൊടുത്ത് പറയാം. അപ്പോൾ ആ സ്ട്രെസ്സ് ചെയ്യുന്ന സമയത്ത് അവിടെയാണ് ഇമ്പോർട്ടൻസ്, അല്ലേ, അവിടെയാണ് അതിൻ്റെ എംഫസിസ് വരുന്നതിനാണ് നമ്മൾ സ്ട്രെസ്സ് എന്ന് പറയുന്നത്. പക്ഷെ മലയാളം എന്നത് ഒരു സ്ട്രെസ് ടൈംഡ് ലാംഗ്വേജ് അല്ല, നമ്മളെല്ലാം ഒരേ സ്ട്രെസ്സിലാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് മറ്റ് ലാംഗ്വേജുകൾ സംസാരിക്കുമ്പോഴും ആ സ്ട്രെസ്സാണ് നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ചാൽ എല്ലാത്തിനും ഒരേ സ്ട്രെസ്സ് കൊടുത്ത് പറയുന്നു. അവിടെ സ്ട്രെസ് വേരിയേഷൻസ് നടക്കുന്നില്ല. അപ്പോൾ അതൊരു നെഗറ്റീവ് ട്രാൻസ്ഫർ ആണ്. ദ കീ ഏരിയാസ് ഓഫ് L1 ട്രാൻസ്ഫർ ഫോർ മലയാളം ഇംഗ്ലീഷ് ലേണേഴ്സ്. അപ്പോൾ നമ്മളിവിടെ പോകുന്നത് മലയാളം ഇംഗ്ലീഷ് ലേണേഴ്സിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഇതിൽ ഏതൊക്കെ ഭാഗങ്ങളിലാണ് നമ്മുടെ മലയാളം സ്പീക്കേഴ്സിന് പറ്റുന്ന പിഴവുകൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഒരു സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ട്രാൻസ്ഫർ നടക്കുന്നത്, ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ദേ ആർ ദ കീ ഏരിയാസ്. വാട്ട് ആർ ദ കീ ഏരിയാസ് ഓഫ് L1 ട്രാൻസ്ഫർ ഇൻ മലയാളം ഇംഗ്ലീഷ് ലേണേഴ്സ്? ഇപ്പോൾ പ്രൊനൗൺസിങ് സൈലൻറ്റ് ലെറ്റേഴ്സ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ഇപ്പോൾ സൈലൻറ്റ് ലെറ്റേഴ്സ് നമുക്ക് മലയാളത്തിലില്ല, പക്ഷേ ഇംഗ്ലീഷിൽ അതുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബോംബ്, BOMB എന്നുള്ളത് നമ്മൾ മലയാളികൾ പറയുന്നത് ബോംബ് എന്നാണ്, ബോംബ്. പക്ഷേ ഇത് ശരിക്കും കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ആണെങ്കിൽ ലാസ്റ്റ് ബി സൈലൻ്റ് ആയിരിക്കും. അപ്പോൾ ബോംബ് എന്നുള്ള സൗണ്ട് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഡ എന്നുള്ള സൗണ്ട്, ഇപ്പോൾ ബ്രിഡ്ജ് എന്നാണ് നമ്മൾ പറയാം, അല്ലെ, പാലത്തിന് ബ്രിഡ്ജ്. പക്ഷെ ശരിക്കും അവിടെ ഡ എന്നുള്ളത് സൈലൻറ്റ് സൗണ്ടാണ്. അപ്പോൾ ബ്രിഡ്ജ്. അതുപോലെ ബാഡ്ജ് അല്ല, ബാഡ്ജ്. അതേപോലെ ബഡ്ജ് അല്ല, ബഡ്ജ്. ആ ഡ എന്നുള്ള സൗണ്ട് നമ്മളവിടെ പറയുന്നേ ഇല്ല. ആ സൗണ്ട് ശരിക്കും സൈലൻ്റ് ആയതുകൊണ്ടാണ്. അപ്പോൾ വി ആർ പ്രൊനൗൺസിങ് സൈലൻറ്റ് ലെറ്റേഴ്സ്. നമ്മൾ സൈലൻറ്റ് ലെറ്റേഴ്സും കൂടി പ്രൊനൗൺസ് ചെയ്യുന്നതാണ് ഒരു നെഗറ്റീവ് ട്രാൻസ്ഫർ, അല്ലെങ്കിൽ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പം അതേപോലെ തന്നെയാണ് ബ് എന്ന് നമ്മൾ പറഞ്ഞു, ബോം. അതേപോലെ ഖൗം എന്നാണ്, ഖൗം. നമ്മൾ ചീർപ്പില്ലേ, അതിനെ ഖൗം, അല്ലെങ്കിൽ ചീകുന്നതിനെ ഖൗം. അതേപോലെ ബ് എന്നുള്ള സൗണ്ട് സൈലൻ്റ് ആണ്, കോമ്പ് എന്നല്ല. അതേപോലെ ക്രം, ബ്രെഡ് ക്രംസ് എന്ന് പറയും, ബ്രെഡ് ക്രംസ് അല്ലെ, ക്രംസ്. പക്ഷെ ക്രം അത് ക്രമ്മാണ്, ക്രംസ്. ബി എന്നുള്ള ലെറ്റർ അവിടെ ഉണ്ടെങ്കിലും അത് സൈലൻ്റ് ആണ്. ദ നെക്സ്റ്റ് വൺ ഈസ് ഹ. ഹ എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വേർഡാണ്, ഓണർ, അല്ലേ, ഓണർ. നമ്മൾ ഹോണർ എന്ന് പറയുന്നില്ല, അതുപോലെ ഹോണസ്റ്റ് എന്ന് പറയുന്നില്ല. വി വിൽ പ്രൊനൗൺസ് ഇറ്റ് ആസ് ഓണസ്റ്റ്, 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 ഓണർ, ഓണസ്റ്റ്. നെക്സ്റ്റ് വൺ ഈസ് ടു സൗണ്ട്. ഇപ്പോൾ ബാലെറ്റ് എന്ന് പറയുന്നില്ല, ബാലൈ, ബാലൈ. അതുപോലെ ക്രിസ്റ്റനിങ് എന്ന് പറയുന്നില്ല, ക്രിസ്നി, ക്രിസനി, ക്രിസനി. ഓക്കെ, ക്രിസ്റ്റനിങ് എന്ന് നമ്മൾ പറയുന്നില്ല. ഇപ്പം നമ്മളെല്ലാവരും പറയുന്ന, മലയാളികളെല്ലാവരും പറയുന്ന വേർഡാണ് ക്രിസ്റ്റനിങ് സെറിമണി. ബട്ട് ഇറ്റ്സ് നോട്ട് ക്രിസ്റ്റനിങ് സെറിമണി. വിൽ പ്രൊനൗൺസ് ഇറ്റ് ആസ് ക്രിസനിങ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഗവർമെറ്റ് എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയാം, അല്ലെ, മലയാളികൾ പറയുന്നത് ഗവർമെറ്റ്. ബട്ട് ഇറ്റ്സ് നോട്ട് ദ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ. വി ഹാവ് ടു പ്രൊനൗൺസ് ഇറ്റ് ആസ് ആണ് നമ്മൾ പറയാം ശരിക്കും മലയാളികൾ പറയുന്നത്. പക്ഷേ it's not the correct pronunciation. The correct pronunciation is ഗുവമൈ, ഗുവമൈ, ഗുവമൈ. അപ്പോൾ ഗുവമൈ എന്ന് നമ്മൾ ഈ വേർഡ് എല്ലായിടത്തും കണ്ടിട്ടുണ്ടാവും, പക്ഷേ നമുക്ക് അതിൻ്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ അറിയില്ല. വിൽ പ്രൊനൗൺസ് അക്കോർഡിംഗ് ടു ദ സ്പെല്ലിംഗ്. അപ്പം ഗുവമൈ. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഖ് എന്നുള്ള സൗണ്ട്. അതേപോലെ നമ്മൾ വിറ്റൽ എന്ന് പറയാം, വിച്വൽ എന്നാണ്. ഇപ്പോൾ സാധാരണ ഒരു മലയാളി സ്പീക്കർ ഈ ഒരു സ്പെല്ലിങ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു വേർഡ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ നോർമലായിട്ട് പ്രൊനൗൺസ് ചെയ്യുന്നത് വിച്വൽ എന്നായിരിക്കും. പക്ഷേ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ഇസ് വിറ്റൽ, വിറ്റൽ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഗ സൗണ്ട്. ഇത് നമ്മളെപ്പോഴും കാണുന്നൊരു വേർഡാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ എല്ലാ ആപ്സുകളിൽ നോക്കിയാൽ, വീഡിയോ എഡിറ്റിംഗ് ആപ്സുകളിലൊക്കെ നോക്കുമ്പോൾ നമുക്ക് കാണാം ഈ ഒരു ഇത്. നമ്മളിത് സാധാരണ പ്രൊനൗൺസ് ചെയ്യുന്നത് വിഗ്നെറ്റ്, വിഗ്നെറ്റ് എന്നായിരിക്കും. പക്ഷേ ഇതിൻ്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ എന്താ? വിനിയറ്റ്, വിനിയറ്റ്, വിനിയറ്റ്. ഓക്കെ, അപ്പോൾ അവിടെ ഗ എന്നുള്ള സൗണ്ട് സൈലൻ്റാണ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് പ്. ഇവിടെ നമുക്കറിയാം കപ്ബോർഡ് എന്നല്ല നമ്മൾ പറയുന്നത്, കപ്ബോർഡ് എന്നാണ്, അല്ലെ, കബോർഡ്. പണ്ട് മുതലേ നമ്മൾ കേൾക്കുന്ന ഒരു വേർഡാണ് കബോർഡ്. ബട്ട് ഹിയർ ദ പ് സൗണ്ട് ഇസ് സൈലൻറ്റ്, സോ വി വിൽ പ്രൊനൗൺസ് ഇറ്റ് ആസ് കബേർഡ്, കബേർഡ്.
cupboard. Okay, next one is നമ്മളിതിനെ സാധാരണ നമ്മൾ പറയുന്നത് കൂപ്പ് എന്നാണ്, കൂപ്പ്. പക്ഷേ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ഇസ് കൂ. അവിടെ കൂ സൈലൻ്റ് ആണ്, കൂ. അതേപോലെ തന്നെയാണ് നമ്മൾ റെസീറ്റ് എന്ന് പറയാറുണ്ട് ചിലർക്ക്. റെസീറ്റ് വാങ്ങിയോ അല്ലെങ്കിൽ റെസീറ്റ് വാങ്ങിയോ എന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ ശരിക്കും ദ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ഇസ് റിസീറ്റ്. ഓക്കെ, റിസീറ്റ്. അവിടെയും ദ പ് സൗണ്ട് ഇസ് സൈലൻറ്റ്. നെക്സ്റ്റ് വൺ ഈസ് രണ്ടാമത്തെ ഒരു കീ ഏരിയ എന്ന് പറയുന്നത് പ്രൊനൗൺസിയേഷൻ ഓഫ് ഡബിൾ ലെറ്റേഴ്സ്. നമ്മൾ പഠിച്ച ഒരു കാര്യമാണ്. ഇൻ ഇംഗ്ലീഷ് we don't have to pronounce the double letters. The double letters will always be pronounced as a single letter. നമ്മൾ പണ്ടൊക്കെ പഠിക്കാറുണ്ടല്ലേ, ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ ഹൗ ഐ വണ്ടർ വാട്ട് യു ആർ അല്ലേ. ലിറ്റിൽ എന്ന് നമ്മൾ പറയുന്ന ഒരു വേർഡാണ് ലിറ്റിൽ അല്ലേ. ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആ ഒരു എല്ലാം പറയുന്ന ആ ഒരു പ്രൊനൗൺസിയേഷൻ രീതി നമുക്ക് ആ ഒരു പാട്ട് നമ്മൾ ചെറുപ്പം മുതലേ പഠിച്ചു വന്ന ആ പാട്ടിലൂടെ തന്നെ അറിയാം. അപ്പോൾ നമ്മൾ ശരിക്കും ഡബിൾ ലെറ്റേഴ്സ് സിംഗിൾ ലെറ്റർ ആയിട്ടാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. ഇപ്പോൾ ലെറ്റർ എന്ന് തന്നെ പറയുന്നത് ലെറ്റർ എന്ന് പറയാൻ പറ്റില്ല, ലെറ്റർ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പ് എന്നുള്ള സൗണ്ട്. ഇപ്പം ഇവിടെ നമ്മളിപ്പോൾ ഇത് നമ്മളെപ്പോഴും കാണുന്നൊരു വേർഡാണ് ഫസ്റ്റ് വേർഡ് അപ്പാരൽ. അപ്പാരൽ എന്ന് പറഞ്ഞാൽ ക്ലോത്തിങ് എന്നൊക്കെ അർത്ഥമുള്ള അപ്പാരൽ. പക്ഷേ അവിടെ അപ്പാരൽസ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കടകൾക്കൊക്കെ ചില സമയത്ത് പേരുകൾ വരാറുണ്ട് അപ്പാരൽസ്. പക്ഷേ അവിടെ അപ്പാരൽ എന്നല്ല പറയുന്നത്, ദാറ്റ് ഈസ് അപ്പാരൽ പറയില്ല, അപ്പാരൽ. അതേപോലെ തന്നെ അപ്പാരീഷൻ എന്നല്ല, അപ്പാരീഷൻ. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് സൗണ്ട് ല് എന്നുള്ള സൗണ്ടാണ് എൽ അല്ലേ. അപ്പം നമ്മൾ ബ്രില്യൻറ്റ്, വാവ്, ബ്രില്യൻറ്റ് എന്ന് നമ്മൾ കടുപ്പിച്ച് പറയും. പക്ഷേ ഇറ്റ്സ് നോട്ട് ബ്രില്യൻറ്റ്, ഇറ്റ്സ് ബ്രില്യൻറ്റ്. അതേപോലെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വണ്ടിയാണ് അല്ലേ ബുള്ളറ്റ്. അതേപോലെ തൂക്കിന്നുണ്ട ബുള്ളറ്റ്. പക്ഷേ ദ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ഈസ് ബുള്ളറ്റ്. ഓക്കെ, ബുള്ളറ്റ്. നമ്മൾ ആ രണ്ട് എൽ സൗണ്ട് പറയണ്ട, അവിടെ ഒരൊറ്റ സൗണ്ടായിട്ട് പറഞ്ഞാൽ മതി, ബുള്ളറ്റ്. അതേപോലെ ബുള്ളോക്കാട്ട് എന്നല്ല, ബുള്ളക്ക് എന്നല്ല, ബുള്ളക്ക്. നെക്സ്റ്റ് വൺ ഈസ് സൗണ്ട് മ്. അതുപോലെ കമ്മിറ്റി അല്ലേ, ഞാൻ കമ്മിറ്റിയിലുണ്ട്. പക്ഷെ കമ്മിറ്റി എന്നല്ല, കമ്മിറ്റി. അതുപോലെ സമ്മർ എന്നല്ല, സമ്മർ ഹൗസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവില്ലേ, സമ്മർ ഹൗസ്. ഇറ്റ്സ് നോട്ട് സമ്മർ, ഇറ്റ്സ് സമർ. അവിടെ 6 സൈലൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ വേർഡിനെ കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്യുന്നത്, വി ഡോണ്ട് ഹാവ് ടു പ്രൊനൗൺസ് ദ double letter there, so we have to make it a single sound, and we have to avoid r sound also, so we have to pronounce it as summer. Next one is sound n. Innocent അല്ലേ. innocent എന്ന് നമ്മൾ പറയാറുണ്ട്, innocent. Oh, he is very innocent, not innocent, it's innocent. Double n should be avoided. Then innumerable, not innumerable. innumerable എന്നല്ല, innumerable. Okay, next one is sound k എന്നുള്ള സൗണ്ട്. ഇപ്പോൾ occupation, അപ്പോൾ നമ്മൾ occupation എന്ന് പറയും അല്ലേ, occupation. But we have to pronounce it correctly as by avoiding the double letter and make it a single sound. Like k എന്നുള്ള സൗണ്ട് അവിടെ ഒരു സിംഗിൾ സൗണ്ട് ആയിട്ട് മാറ്റിയിട്ട് we have to pronounce it correctly as occupation. Okay, occupation. Next one is നമ്മൾ ഒക്വർ എന്ന് പറയും, പക്ഷെ അതിൻ്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ഇസ് അഘ. അതേപോലെ തന്നെ മൂന്നാമത്തെ ഒരു കീ ഏരിയ എന്ന് പറയുന്നത് നെഗറ്റീവ് ട്രാൻസ്ഫർ നടക്കുന്ന ഒരു കീ ഏരിയ എന്ന് പറയുന്നത് സ്ട്രെസ് ഷിഫ്റ്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇംഗ്ലീഷ് ഈസ് എ സ്ട്രെസ് ടൈം ലാംഗ്വേജ്, ബട്ട് മലയാളം ഇസ് നോട്ട്. അപ്പോൾ മലയാളം എന്ന് പറയുന്നത് ഒരു സ്ട്രെസ് ടൈം ലാംഗ്വേജ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മലയാളികൾ എന്ത് ചെയ്യും, മറ്റു ഭാഷകൾക്കും ആ സ്ട്രെസ് കൊടുക്കാറില്ല.
അപ്പോൾ അതുകൊണ്ട് ശരിക്കും ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നമ്മൾ സ്ട്രെസ് കൊടുത്തിട്ടാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു സ്ട്രെസ് ഷിഫ്റ്റ് നടക്കുന്നില്ല. അപ്പം ഇപ്പം നൗൺസ്, അഡ്ജക്റ്റീവ്സ് ആൻഡ് വേർബ്സ് ഹാവ് ദ സെയിം സ്പെല്ലിംഗ്. നമുക്ക് സെയിം സ്പെല്ലിംഗ് ഉണ്ട്, പക്ഷേ ഡിഫറെൻറ്റ് പ്രൊനൗൺസിയേഷൻസ് ആണ് വരാറ്. ഇപ്പോൾ നൗൺ ആണെങ്കിൽ ഇപ്പോൾ സെയിം വേർഡ് തന്നെയാണ്, പക്ഷേ അതൊരു നൗൺ അല്ലെങ്കിൽ അഡ്ജക്റ്റീവ് ആണ് അല്ലെങ്കിൽ വേർബ് ആണെങ്കിൽ രണ്ടിനും ഡിഫറെൻറ്റ് പ്രൊനൗൺസിയേഷൻസ് വരാറുണ്ട്. നമ്മൾ വേർഡ് സ്ട്രെസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ അതിനനുസരിച്ച് സ്ട്രെസ് ചേഞ്ച് വരാറുണ്ട്. അപ്പോൾ ശരിക്കും ഇത് സ്ട്രെസ് ചേഞ്ച് കൊടുക്കാതെ കേരളൈറ്റ്സ് പ്രൊനൗൺസ് ചെയ്യുന്നത് എല്ലാത്തിനും ഒരേ സ്ട്രെസ് ഇട്ടിട്ടാണ്. അപ്പോൾ അതൊരു പ്രോബ്ലമാണ്. ഫോർ എക്സാമ്പിൾ പ്രൊനൗൺസിങ് വേർഡ്സ് വിതൗട്ട് സ്ട്രെസ് ഷിഫ്റ്റ്. ഇപ്പോൾ നമ്മൾ ആബ്സെൻറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് 2 സിലബിളായിട്ട് തിരിക്കുകയാണെങ്കിൽ ആബ് ആൻഡ് സെൻറ്റ് അല്ലേ, ആബ് സെൻറ്റ്, അങ്ങനെ 2 നമ്മൾ വേർഡ് തിരിച്ചു. അപ്പോൾ ഫസ്റ്റ് സിലബിളിലാണ് നമ്മൾ സ്ട്രെസ് കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് ഇവിടെ AB എന്നുള്ളത് ക്യാപിറ്റൽ ഇട്ടുന്നത്. അപ്പം നമ്മളിവിടെ എങ്ങനെയാണ് സ്ട്രെസ് പറയേണ്ടത്? ആബ്സെൻറ്റ്, ആബ്സെൻറ്റ്, ആബ്സെൻറ്റ്. അവിടെ ആബാണ് നമ്മൾ സ്ട്രെസ് കൊടുക്കേണ്ടത്, ആബ്സെൻറ്റ്. രണ്ടാമത് നമ്മൾ പറയുന്ന വേർഡ് ഈ സെയിം വേർഡ് തന്നെ, പക്ഷേ ഇവിടെ ഇത് വേർബായിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വേർബായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ രണ്ടാമത്തെ സിലബിളിലാണ് സ്ട്രെസ് കൊടുക്കുന്നത്. അവിടെ നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിൽ ഇട്ടിട്ടുണ്ട് SENT. ആ ഒരു സിലബിളിലാണ് സ്ട്രെസ് കൊടുക്കുന്നത്. ഇത് ഡൈസിലബിക് വേർഡാണ്, എന്ന് വെച്ചാൽ 2 സിലബിൾസേ ഉള്ളൂ. നമ്മൾ ഓരോ വേർഡിൻ്റെ ലെങ്ത് അനുസരിച്ച് സിലബിൾസിൻ്റെ എണ്ണവും മാറും. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ വേർബ് ആബ് ഉണ്ട്, സെൻറ്റ് ഉണ്ട്, നമ്മൾ 2 സിലബിളായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ രണ്ടാമത്തെ സിലബിളിലാണ് സ്ട്രെസ് ഇടേണ്ടത്. ദാറ്റ് ഈസ് സെൻറ്റ്, സെൻറ്റ്. നമ്മൾ ആദ്യം പറഞ്ഞ വേർഡിൻ്റെ പ്രൊനൗൺസിയേഷൻ നോക്കൂ, ആബ്സെൻറ്റ് അല്ലേ, ആബ്സെൻറ്റ്. പക്ഷേ നമ്മൾ രണ്ടാമത് വന്ന വേർഡിൻ്റെ പ്രൊനൗൺസിയേഷൻ വേർബായിട്ട് യൂസ് ചെയ്തപ്പോൾ ഉള്ള പ്രൊനൗൺസിയേഷൻ നോക്കിയേ, എബ് എന്നാണ് നമ്മൾ പറയുന്നത്, ആബ് എന്ന് പറയുന്നില്ല, എബ് അല്ലേ, സെൻറ്റ്. അവിടെ നമ്മൾ സെൻറ്റിന് സ്ട്രെസ് കൊടുത്തു. അപ്പോൾ ഇങ്ങനെ സ്ട്രെസ് ഷിഫ്റ്റ് നമ്മുടെ മലയാളി സ്പീക്കേഴ്സ് കൊടുക്കുന്നില്ല. നെക്സ്റ്റ് വൺ ഈസ് ഫോർത്ത് കീ ഏരിയ എന്ന് പറയുന്നത് പ്രൊനൗൺസിയേഷൻ ഓഫ് ES ഓർ S ആസ് S. നമുക്ക് ES എന്ന് ഒരു വേർഡ് ES എന്ന് എൻഡ് ചെയ്താലും Sൽ എൻഡ് ചെയ്താലും നമുക്കതെല്ലാം സ് എന്നുള്ള സൗണ്ടാണ്. ഓക്കെ, S എന്നുള്ള ഇതിലാണ് നമ്മളത് പ്രൊനൗൺസ് ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലുക്സ്, ലുക്സ്, അതിൽ നമ്മൾ ലുക്സ് എന്ന് തന്നെ പറയാം, ലുക്സ്. അവിടെ അത് കറക്റ്റാണ്, ലുക്സ് എന്ന് തന്നെയാണ്. പക്ഷെ നമ്മൾ ഡോഗ്സിനെയും ഡോഗ്സ് എന്ന് തന്നെ പറയാം, ഡോഗ്സ് എന്ന് പറയാറില്ല അല്ലേ, ദേ ആർ ഡോഗ്സ്. അവിടെ സ് ആണ് കറക്റ്റ്, ഡോഗ്സ് എന്നാണ് അതിൻ്റെ S ആണ് അതിൻ്റെ ഇതുണ്ടെങ്കിലും നമ്മളത് പ്രൊനൗൺസ് ചെയ്യുന്നത് സ് എന്നാണ്, സ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ റോസസ് അല്ലേ, റോസസ്, റോസസ് എന്നാണ് നമ്മൾ പറയാം, പക്ഷേ അതിൻ്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ റോസസ്, റോസസ്. അപ്പോൾ ഇസ് എന്നാണ് അവിടെ പറയാം, റോസസ് എന്നല്ല, റോസസ്. നോ, ഇറ്റ്സ് നോട്ട് പ്രൊനൗൺസ്ഡ് ആസ് റോസസ്. കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ഇസ് റോസസ്, റോസസ്, ഇസ് എന്ന് പറഞ്ഞു, ഇസ്. അപ്പോൾ ആ ഒരു കീ ഏരിയയിൽ നമ്മൾ മലയാളികൾ ശ്രദ്ധിക്കാറില്ല. അതേപോലെ തന്നെ ഇപ്പോൾ പ്രൊനൗൺസിയേഷൻ ഓഫ് ED ആൻഡ് D എന്ന് വെച്ചാൽ നമ്മൾ ED വെച്ച് എൻഡ് ചെയ്യുന്ന വേർഡ്സും അതുപോലെ D വെച്ചിട്ട് എൻഡ് ചെയ്യുന്ന വേർഡ്സും ആണെങ്കിലും നമുക്കത് ശരിക്കും D തന്നെയാണ്. ഓക്കെ, ഇപ്പോൾ റബ്ഡ്, ചില നമ്മുടെ മലയാളി സ്പീക്കേഴ്സ് പറയുന്ന ഒരു വേർഡാണ് റബ്ഡ്, റബ്ഡ്, ഡാൻസ്ഡ്, ഐ ലുക്ക്ഡ്. ഓക്കെ, പക്ഷേ റബ്ഡ് അങ്ങനെ പറയുന്നത് വളരെ തെറ്റാണ്. പക്ഷേ നമ്മൾ റബ്ഡ് എന്നുള്ളത് കറക്റ്റ് ഒരു മലയാളി സ്പീക്കർ പ്രൊനൗൺസ് ചെയ്താൽ കൂടി അത് റബ്ഡ് തന്നെയാണ്. ഇപ്പം റബ്ഡ് എന്നുള്ളത് റബ്ഡ് തന്നെയാണ്, D തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ അടുത്ത വേർഡ് നമ്മൾ ഇതേപോലെ തന്നെ ഒരു നോർമൽ മലയാളി സ്പീക്കർ, ഇപ്പോൾ സാധാരണ ഒരു മലയാളി സ്പീക്കർ നമുക്ക് എങ്ങനെ വേണമെങ്കിലും പ്രൊനൗൺസ് ചെയ്യാമല്ലോ. അപ്പോൾ സാധാരണ നമ്മളിപ്പോൾ കേട്ടുവരുന്നത് ലുക്ക്ഡ്, ഐ ലുക്ക്ഡ്. പക്ഷേ ഇതൊരു നല്ലൊരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മലയാളി സ്പീക്കർ പ്രൊനൗൺസ് ചെയ്താലും ലുക്ക്ഡ് എന്ന് പ്രൊനൗൺസ് ചെയ്തില്ല, പക്ഷെ ലുക്ഡ് എന്ന് പ്രൊനൗൺസ് ചെയ്താലും അത് തെറ്റാണ്. ഇറ്റ് ഈസ് ലുക്ഡ്, ലുക്ഡ്, T എന്നുള്ള സൗണ്ടാണ് അവിടെ വരേണ്ടത്, ലുക്ഡ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലാസ്റ്റ് ഒരു ഇതും കൂടി ഉണ്ട്, റൂട്ടഡ് നമ്മൾ പറയുന്നത് റൂട്ടഡ്, പക്ഷെ അത് കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ റൂട്ടിഡ് എന്നാണ്, റൂട്ടിഡ്. അപ്പോൾ ഇവിടെ പ്രൊനൗൺസ് ചെയ്യുക ESഉം അല്ലെങ്കിൽ S വരുന്ന വേർഡ്സിൻ്റെ പ്രൊനൗൺസിയേഷനിലും അതുപോലെ ED ആൻഡ് D എന്നുള്ള ഇതിൻ്റെ പ്രൊനൗൺസിയേഷനും മലയാളികൾ സ്വീകരിക്കുന്ന അസും ഡും സൗണ്ട് എല്ലാത്തിനും ഒരേ സൗണ്ട് യൂസ് ചെയ്യുന്ന ആ ഒരു കീ ഏരിയയിലാണ് നെഗറ്റീവ് ട്രാൻസ്ഫർ നടക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഫിഫ്ത്ത് ഒരു കീ ഏരിയ എന്ന് പറയുന്നത് സ്ട്രോങ് ആർട്ടിക്കുലേഷൻ ഓഫ് വീക്ക് ഫങ്ഷൻ ക്ലാസ് വേർഡ്സ്. എന്ന് വെച്ചാൽ നമ്മൾ വീക്കായിട്ടുള്ള
ആ സിലബിൾസും അല്ലെങ്കിൽ വീക്കായിട്ടുള്ള സൗണ്ട്സൊക്കെ നമ്മൾ സ്ട്രോങ് ആയിട്ട് പ്രൊനൗൺസ് ചെയ്യും. കാരണം നമ്മളെല്ലാം സ്ട്രോങ് ആയിട്ടാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്, വളരെ ഹാർഡായിട്ട് തന്നെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. ഇപ്പോൾ തറ, പന, തല, ഇതൊക്കെ നമ്മൾ എല്ലാം നല്ല ഇതായിട്ട് ഭയങ്കര ഹാർഡായിട്ട് തന്നെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. അത് സ്ട്രോങ് ആർട്ടിക്കുലേഷനാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സെക്കൻഡ് ലാംഗ്വേജ് ആയ ഇംഗ്ലീഷിന് നമ്മൾ ആ ഒരു ഫീച്ചേഴ്സ് അവിടെ കൊടുക്കുകയാണെന്ന് വെച്ചാൽ വീക്കായിട്ട് പ്രൊനൗൺസ് ചെയ്യേണ്ട സൗണ്ടുകൾ പോലും സ്ട്രോങ് ആയിട്ട് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നു. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഐ ആം കമ്മിങ്. അപ്പോൾ നമ്മൾ ഇതൊരു മലയാളി പറയുവാണെങ്കിൽ ഐ ആം കമ്മിങ്, ഐ ആം കമ്മിങ്. അപ്പോൾ ശരിക്കും ഇതിൻ്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത് ഐ എം കമ്മിങ്, ഐ എം കമ്മിങ്, ഐ എം കമ്മിങ് എന്നാണ്. I'm coming. ഓക്കെ, I'm coming. പക്ഷേ ഇവിടെ പ്രൊനൗൺസ് ചെയ്യുന്നതോ I am coming. ഓക്കെ, നെക്സ്റ്റ് ഇപ്പോൾ നമ്മൾ അടുത്തൊരു എക്സാമ്പിൾ നോക്കുമ്പോൾ can I go എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ, can I go. അപ്പോൾ അവിടെ can I go ഇതാണ്, this is the correct pronunciation of this. Can I go. പക്ഷേ ഇവിടെ this is mispronounced as can I go. യാ എന്നുള്ള സൗണ്ട് അതിൻ്റെ ഇടയിൽ കയറി വരും. Can I go. This is the wrong pronunciation. അതേപോലെ തന്നെ പിന്നെ വരുന്ന ഇപ്പം സിക്സ്ത് ഒരു കീ ഏരിയ ആണ് ഇൻട്രൂസീവ് വൈ. നമ്മളെല്ലാത്തിലും യാ എന്നുള്ള സൗണ്ട് കയറ്റിയിടുക. ഓക്കെ, മിക്കവരും അത് യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോഴും മലയാളി സ്പീക്കേഴ്സ്. ഇൻട്രൂസീവ്, അത് വൈ എന്നുള്ള എന്ന് വെച്ചാൽ യ എന്നുള്ള സൗണ്ട് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കുത്തിത്തിരിക്കുക. അതില്ലെങ്കിലും അവരത് അതിലിട്ടിരിക്കും. ദാറ്റ് ഈസ് ഇൻട്രൂസീവ് വൈ. ഓക്കെ, ഒരു ഇൻട്രൂഡറിനെ പോലെയാണ് വൈ എന്ന് വെച്ചാൽ ആവശ്യമില്ലാത്ത സ്ഥലത്ത് കയറിയിരിക്കുന്ന ഒരു ഇൻട്രൂഡറിനെ പോലെ ആ യാ എന്നുള്ള സൗണ്ട് എപ്പോഴും മലയാളി സ്പീക്കേഴ്സ് അവർ ഉപയോഗിക്കുന്ന വേർഡ്സിലിട്ടിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പോൾ ക്യാറ്റ്, ശരിക്കും ഇത് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ഓഫ് ദിസ് വേർഡ് ഇസ് ക്യാറ്റ്. അല്ലേ, 3 സൗണ്ട്സ് ആണുള്ളത്, ക്യാറ്റ്. പക്ഷേ ഇഫ് എ മലയാളി സ്പീക്കർ ഇസ് പ്രൊനൗൺസിങ് ദിസ് വേർഡ്, all the Malayali speakers are not like that. പക്ഷേ ഇപ്പോഴും നിലവിലുള്ള ഒരു പ്രൊനൗൺസിയേഷനാണ് ക്യാറ്റ്. അവിടെ ക്യാറ്റ്, വൈ എന്നുള്ളൊരു സൗണ്ട്, യാ എന്നുള്ളൊരു സൗണ്ട് അതിൻ്റെ ഇടയിൽ ഇല്ല. പക്ഷെ എന്നാലും യാ ഒരു കുത്തി നിറച്ച് ക്യാറ്റ് എന്ന് പറയും. ക്യാറ്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മൾ ക്യാപ്പ് എന്ന് പറയുന്നത് ക്യാപ്പ്. അവിടെ നമ്മൾ ക്യാപ്പ് എന്ന് പറയുന്നു, ക്യാപ്പ്. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ആൽഫബറ്റ് നിങ്ങളെല്ലാവരും പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇതിനെ നമ്മൾ എച്ച് എന്ന് വിളിക്കും, അല്ലേ, എച്ച് എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് അല്ലേ. ABCDEFG HIJK അങ്ങനെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ മലയാളി സ്പീക്കേഴ്സ് പ്രൊനൗൺസ് ചെയ്യുന്നത് എച്ച് എന്നാണ്, എച്ച്. പക്ഷേ ഇത് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ അല്ല. അത് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ഇസ് H. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് എഫ് എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് അല്ലേ, എഫ്. അപ്പോൾ ഇത് കറക്റ്റ് പ്രൊനൗൺസിയേഷനാണ് എഫ് എന്നുള്ളത്. പക്ഷേ ഇപ്പോഴും യ എന്നുള്ള സൗണ്ട് തുടങ്ങിയിട്ടുള്ള എഫ് എന്നുള്ളത് ഇപ്പോഴും പ്രൊനൗൺസ് ചെയ്യുന്ന മലയാളി സ്പീക്കേഴ്സ് ഉണ്ട്. പിന്നെ 7th ഒരു കീ ഏരിയ എന്ന് പറയുന്നത് ഫെനറ്റിക് ഫോസിൽസ്. അപ്പം ഈ ഫെനറ്റിക് ഫോസിൽസ് എന്ന് പറയുന്നതിൻ്റെ കീഴിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഇനി അടുത്തത് പറയാൻ പോകുന്നത്. ദാറ്റ് ഈസ് മിസ്പ്രൊനൗൺസ്ഡ് ലോൺ വേർഡ്സ്. ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നിന്ന് നമ്മൾ കുറച്ച് വേർഡ്സ് നമ്മൾ മലയാളത്തിലേക്ക് കടമെടുത്തിട്ടുണ്ട്. അപ്പം അതിനെ ലോൺ വേർഡ്സ് എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ലോൺ എടുക്കുന്ന പോലെ നമ്മൾ അതിൽ നിന്ന് കുറച്ച് വേർഡ്സ് നമ്മുടെ മലയാളീകരിച്ച വാക്കുകളൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് ഇപ്പം നമ്മൾ പുതിയ ഇംഗ്ലീഷിൽ തന്നെ വേർഡ്സ് ഉപയോഗിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ക്ലോക്ക് എന്നുള്ള വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന് പകരമുള്ള മലയാള വേർഡായ ഘടികാരം എന്നുള്ള വേർഡ് നമ്മൾ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കുറച്ച് വേർഡ്സ് നമ്മൾ ഓൾറെഡി ഇംഗ്ലീഷിൽ നിന്ന് നമ്മൾ ലോൺ എടുത്ത വേർഡ്സിനെയാണ് നമ്മൾ ലോൺ വേർഡ്സ് എന്ന് പറയും. പക്ഷെ നമ്മൾ ഇംഗ്ലീഷിൽ നിന്ന് ലോൺ എടുക്കുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു പ്രൊനൗൺസിയേഷൻ ഇതും അതിന് കൊടുത്തിട്ടില്ല. അതിനൊരു റെസ്പെക്റ്റ് കൊടുക്കാത്ത പോലെയാണ് നമ്മൾ അതിനെ യൂസ് ചെയ്ത് കൊണ്ടുവരുന്നത്. ഇപ്പോൾ ആദ്യം ഒക്കെ പണ്ടൊക്കെ നമ്മുടെ പപ്പമാരും അല്ലെങ്കിൽ അമ്മമാരും ഒക്കെ യൂസ് ചെയ്തിരുന്ന ഒരു വേർഡാണ് ഓംലെറ്റ്.
ഓംലെറ്റ്. അതിൻ്റെ ശരിക്കും കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ശരിക്കും ഓംലെറ്റ് എന്നാണ്. പക്ഷേ അവർ പറഞ്ഞിരുന്ന പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത് ആംപ്ലേറ്റ്. നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടോ ആംപ്ലേറ്റ് എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ശരിക്കുള്ള പ്രൊനൗൺസിയേഷൻ എന്താ? ഓംലെറ്റ്. നെക്സ്റ്റ് വൺ, ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം, ഇപ്പോൾ DIVORC, ഇത് നിങ്ങൾ എല്ലായിടത്തും കേൾക്കുന്നൊരു വേർഡാണ്. പക്ഷേ ഇതുവരെ നമുക്ക് എപ്പോഴും കൺഫ്യൂഷനായിട്ടുള്ളൊരു വേർഡാണ്. ദാറ്റ് ഈസ് ഡൈവോഴ്സ് എന്നാണ് നമ്മൾ പറയുന്നത്, ഡൈവോഴ്സ്. പക്ഷേ ഇതിന് ശരിക്കും കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ഈസ് ഡിവോഴ്സ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് സ്പോഞ്ച് എന്ന് നമ്മൾ പറയുന്നുണ്ട് അല്ലേ, സ്പോഞ്ച്. അപ്പോൾ ഈ സ്പോഞ്ച് എന്നുള്ളത് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ അല്ല. ദാറ്റ് ഈസ് കറക്റ്റ്ലി പ്രൊനൗൺസ്ഡ് ആസ് സ്പഞ്ച് എന്നാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടത്. ഓക്കെ. അതേപോലെ തന്നെ നമുക്ക് 8th ഒരു കീ ഏരിയ എന്ന് പറയുന്നത് എന്നുള്ള സൗണ്ടിൻ്റെ പ്രോബ്ലമാണ്. എന്താണ് പ്രോബ്ലം? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സൂ എന്ന് നമ്മൾ പ്രൊനൗൺസ് ചെയ്യേണ്ടടുത്ത് അവിടെ എന്ന് പ്രൊനൗൺസ് ചെയ്യുന്നു. അതുപോലെ സീബ്ര എന്ന് പ്രൊനൗൺസ് ചെയ്യേണ്ടടുത്ത് അവിടെ സീബ്ര എന്ന് പ്രൊനൗൺസ് ചെയ്യുന്നു. അതുപോലെ റൈസ് എന്ന് നമ്മൾ പ്രൊനൗൺസ് ചെയ്യേണ്ടടുത്ത് റൈസ് എന്ന് പ്രൊനൗൺസ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയും ഏരിയാസാണ് നമുക്ക് കീ ഏരിയാസ് ആയിട്ട് വരുന്നത്. ഇനി ഒരു കോമൺ മിസ്പ്രൊനൗൺസിയേഷൻസ് നമ്മൾ ഉണ്ടാക്കുന്നത് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ, ശരിക്കും 11 എന്ന് അല്ലേ, ELEVEN, ഇതൊരു നമ്പറാണ് അല്ലേ. അപ്പോൾ അതിനെ നമ്മൾ 11 എന്ന് പറയുന്ന മലയാളി സ്പീക്കേഴ്സ് ഉണ്ട്. ബട്ട് ദ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ഇസ് 11. Then next one is നമുക്കറിയാം 12 എന്നാണ് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ. ബട്ട് മലയാളി സ്പീക്കേഴ്സ് മിസ്പ്രൊനൗൺസ് ഇറ്റ് ആസ് 12 എന്ന് പറയുന്നവരുണ്ട്, 12. പക്ഷേ അത് കറക്റ്റ് അല്ല, 12 എന്ന് കറക്റ്റായിട്ട് നമ്മൾ പ്രൊനൗൺസ് ചെയ്യണം. നെക്സ്റ്റ് വൺ ഇസ് 20 എന്നാണ് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ, 20. ബട്ട് ഇറ്റ് ഈസ് മിസ്പ്രൊനൗൺസ്ഡ് ആസ് 20 എന്ന് നമ്മൾ പറയുന്നുണ്ട് അല്ലേ. നമ്മളിപ്പം 20 എന്ന് പറയുന്നതിൽ ചിലപ്പോൾ കറക്റ്റായിട്ട് വരും. പക്ഷേ 21 എന്ന് പറയേണ്ടത് നമ്മൾ 21 എന്ന് പറയുള്ളൂ. അല്ലെങ്കിൽ 22, 23, 24 അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മളിപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ്, മിസ്പ്രൊനൗൺസ് ചെയ്യുന്ന ഒരു വേർഡാണ്. ദാറ്റ് ഈസ് 20 ഈസ് മിസ്പ്രൊനൗൺസ്ഡ് ആസ് 20. നെക്സ്റ്റ് വൺ ഈസ് സിമ്പിൾ. അവിടെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് പ് എന്നുള്ള സൗണ്ട്. പക്ഷെ എന്നാലും നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ സിമ്പിൾ ബ് എന്നുള്ള സൗണ്ടാണ് അവിടെ വരുന്നത്, സിമ്പിൾ. ബട്ട് ദ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ഈസ് സിമ്പിൾ.